നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റ്. നമ്മൾ ഓൾറെഡി റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റേഷനെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. റിക്വയർമെൻറ്റ് എഞ്ചിനീയറിങ്ങിൽ ഓരോ സ്റ്റെപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളൊരു ഡോക്യുമെൻ്റ് ആയിട്ട് റിക്വയർമെൻറ്റ്സിന് വെക്കുന്നൊരു കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡോക്യുമെൻ്റ് ആക്കി വെക്കുന്നതിന് പറയുന്ന ഒരു പേരാണ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ എന്നും പറയും. രണ്ട് ടേംസാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. ഓക്കെ, ദി സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റ് ഓർ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ SRS എന്നാണ് മെയിനായിട്ട് കാണുക കേട്ടോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും SRS എന്നായിരിക്കും അധികം ഉണ്ടാവുക. ഈസ് ആൻ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വാട്ട് ദി സിസ്റ്റം ഡെവലപ്പേഴ്സ് ഷുഡ് ഇംപ്ലിമെൻറ്റ്. അപ്പോൾ ഈ ഡെവലപ്പേഴ്സ് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റ്, അതാണ് എന്ത് SRS എന്ന് പറയുന്നത്. And it may include both the user requirement for a system and a detailed specification of the system requirement. അപ്പോൾ അത് ആ സിസ്റ്റത്തിന് വേണ്ട റിക്വയർമെൻറ്റ്സിന് ഒരു ഡീറ്റെയിൽ സ്പെസിഫിക്കേഷനും ഉണ്ടാവും. അതിന് കൂടാണ്ട് യൂസേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്, യൂസേഴ്സിന് എന്തൊക്കെ കാര്യങ്ങളാണ് സിസ്റ്റത്തിൽ വേണ്ടത് എന്നുള്ളതും ഈ ഒരു ഡോക്യുമെൻ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യും. Sometimes the user and system requirements are integrated into a single description. ചില കേസിൽ രണ്ടും കൂടി ഒരുമിച്ചായിരിക്കും തരിക. And in other cases the user requirements are described in an introductory chapter in the system requirement specification. അല്ലാത്ത കേസിൽ എങ്ങനെയാണ് ഈ യൂസർ റിക്വയർമെൻറ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ആദ്യം തരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ SRS അല്ലേ, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റേഷനിൽ എന്താ ഉണ്ടാവുക, യൂസർ റിക്വയർമെൻറ്റ്സും ആ സിസ്റ്റത്തിന് വേണ്ട റിക്വയർമെൻറ്റ്സും എന്തൊക്കെയാണെന്നുള്ളത് ഡിഫൈൻ ചെയ്ത് വെക്കുന്ന ഡോക്യുമെൻ്റാണത്. ആൻഡ് അതെന്ന് പറയുന്നത് ആ ഒരു ഡോക്യുമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഡെവലപ്പേഴ്സ് ഓരോ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുക. അതാണ് ഈ ഡെവലപ്പേഴ്സിൻ്റെ ഒരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ ഡെവലപ്മെൻറ്റ് ടീമിലുള്ള പല ആൾക്കാരും ഈ ഒരു ഡോക്യുമെൻറ്റ് യൂസ് ചെയ്യും. പക്ഷേ നോർമലി ഉള്ള എല്ലാ പ്രോജക്ട്സിൻ്റെ കേസിലും അല്ലെങ്കിൽ എല്ലാ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മോഡൽസിലും നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ് യൂസ്ഫുൾ ആണ്. ബട്ട് ചില കേസസിൽ നമുക്ക് ഈ ഡോക്യുമെൻറ്റ് അത്രയ്ക്കൊരു യൂസ്ഫുൾ അല്ല എന്നാണ് പറയണത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ അജൈൽ പ്രോസസ് മോഡൽസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അജൈലാണ് നമ്മൾ ഈ ഒരു ടൈമിൽ ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോസസ് മോഡലിന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അതിൻ്റെ കുറേ വേർഷൻസൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു. അപ്പം അതിലെന്താണെന്ന് വെച്ചാൽ അതിൽ പറയുന്ന ഒരു വേർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അജൈൽ പ്രോസസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് അഡോപ്റ്റ്സ് ടു ചേഞ്ച്. അതിങ്ങനെ ചേഞ്ചസ് അതിൽ വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് ആ ചേഞ്ചസ് വരുന്നതിനനുസരിച്ചിട്ട് എന്താ ചെയ്യേണ്ട, ഈ ഡെവലപ്പേഴ്സ് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ തരുന്ന റിക്വയർമെൻ്റ് ആയിരിക്കണം എന്നില്ല, പിന്നെ അങ്ങോട്ടേക്ക് വരിക. അത് ഇറ്റ് മേ ചേഞ്ച് അല്ലേ. നമ്മളപ്പോൾ ആ ചേഞ്ചൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നൊക്കെയല്ലേ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ഈ SRS അത്ര ഒരു യൂസ്ഫുൾ അല്ല എന്നാണ് പറയുന്നത്. ബിക്കോസ് നമ്മൾ SRS ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചു, പക്ഷേ ഇതന്നെയല്ലല്ലോ ഉണ്ടാക്കുന്നത്, അതിലൊരുപാട് ചേഞ്ചസ് വീണ്ടും വരികയാണ് അല്ലേ. സോ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് അജൈൽ മോഡൽസിലൊന്നും നമുക്ക് ഈ ഒരു ഡോക്യുമെൻ്റ് അത്ര യൂസ്ഫുൾ അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ അജൈൽ മെത്തേഡ്സ് ആർഗ്യൂ ദാറ്റ് റിക്വയർമെൻറ്റ്സ് ചേഞ്ച് സോ റാപ്പിഡ്ലി ദാറ്റ് എ റിക്വയർമെൻറ്റ്സ് ഡോക്യുമെൻറ്റ് ഈസ് ഔട്ട് ഓഫ് ഡേറ്റ് ആസ് സൂൺ ആസ് ഇറ്റ് ഈസ് റിട്ടൺ. സോ ദ എഫേർട്ട് ഈസ് ലാർജ്ലി വേസ്റ്റഡ് അല്ലേ. അപ്പം ഇതിങ്ങനെ ഔട്ട്ഡേറ്റ് ആയിപ്പോവും. കാരണം വെച്ചാൽ റിക്വയർമെൻറ്റ് എഴുതിയതല്ലല്ലോ ചെയ്യുന്നത്, ചേഞ്ച് വരുന്നില്ലേ. സോ അത് വേസ്റ്റ് ആവുന്നുള്ളൊരു കൺസെപ്റ്റ് അതിനുണ്ട്. റാദർ ദാൻ എ ഫോർമൽ ഡോക്യുമെൻറ്റ്, അജൈൽ അപ്രോച്ചസ് ഓഫൻ കളക്ട് യൂസർ റിക്വയർമെൻറ്റ്സ് ഇൻക്രിമെൻ്റലി ആൻഡ് റൈറ്റ് ദീസ് ഓൺ കാർഡ്സ് ഓർ വൈറ്റ് ബോർഡ്സ് ആസ് ഷോർട്ട് യൂസർ സ്റ്റോറീസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫുൾ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നതിന് പകരം ഒരു അജൈൽ പ്രോസസ് ഡെവലപ്മെൻ്റ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത്, യൂസർ റിക്വയർമെൻറ്റ്സ് ഓരോ ടൈമിനനുസരിച്ച് കളക്ട് ചെയ്യുകയാണ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് അതൊരു അവർ ഒരു സ്റ്റോറി ആക്കി വെച്ചിട്ട് അത് അപ്പം ചെയ്ത് തീർക്കുന്ന ആ ഒരു ടൈപ്പിലാണ് അജൈൽ പ്രോസസ്സിൽ നടക്കുന്നത്. The user then prioritize these stories for implementation in the next increment of the system. അങ്ങനെ ഒരു ഇൻക്രിമെൻറ്റ് ഇവരെ ഈ റിക്വയർമെൻ്റ് ഒക്കെ കിട്ടിയത് പ്രകാരം ഒരു ഇൻക്രിമെൻ്റ് ആക്കി പിന്നെ അതിനൊക്കെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്, അവർ അടുത്ത ഇൻക്രിമെൻ്റ് ആകുമ്പോൾ സിസ്റ്റത്തിന് നെക്സ്റ്റ് ഇൻക്രിമെൻ്റ് ആകുമ്പോൾ ഇതിനൊക്കെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടൊക്കെ അത് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക.
അപ്പോൾ ഇതിൽ പറയുന്ന വേറെ ഒന്നുമല്ല, അജൈൽ പ്രോസസ് മോഡൽസിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു SRS ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ റൈറ്റ് ചെയ്ത് വെക്കുന്നതിൽ വലിയ കാര്യമില്ല. ബിക്കോസ് അതിൽ ഫുള്ളി ഇങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും ആൻഡ് അതത് വേസ്റ്റായിട്ട് കിടക്കുകയാണ് ചെയ്യുക. ഓക്കെ, ബട്ട് for business systems where requirements are unstable, I think that this approach is a good one. However, according to the author പറയാട്ടോ, I think that it is still useful to write a short supporting document that defines the business and dependability requirement for the system, and it is easy to forget the requirement that apply to the system as a whole when focusing on the functional requirement for the next system release. പക്ഷേ അക്കോർഡിംഗ് ടു ദി ഓതറിൻ്റെ വ്യൂ അനുസരിച്ചിട്ട് ഓതർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത്. ബിക്കോസ് നമ്മൾ ഓരോ പാർട്ടായിട്ട് നോക്കുമ്പോൾ നമുക്ക് എൻറ്റയർ ആയിട്ട് ആ സിസ്റ്റത്തിൽ വരുന്ന കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും, ജനറലായിട്ട് വരുന്ന കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും, അതൊക്കെ മിസ്സായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു have an SRS എന്നാണ് according to the author പറയുന്നത് കേട്ടോ. And the requirement document has a diverse set of users ranging from the senior management of the organization that is paying for the system to the engineers responsible for developing the software. അപ്പോൾ ഈ SRS ഉണ്ടാക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഈ SRS യൂസ് ചെയ്യുന്ന ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ഈ ആർക്ക് വേണ്ടിയിട്ടാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റിലുള്ള ആൾക്കാർ മുതൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ വരെയുള്ള പല ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് യൂസേഴ്സാണ് ഈ SRS യൂസ് ചെയ്യുന്നത്. അത് ഓരോരുത്തരും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ചെറിയൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഈ ഒരു ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഇസ് ദ സിസ്റ്റം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണല്ലോ ആക്ച്വലി നമ്മൾ ഒരു പെർട്ടിക്കുലർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. സോ അവരെങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് നോക്കാം. Specify the requirements and read them to check that they meet their needs. Customers specify changes to the requirements. അപ്പോൾ എന്താ ആക്ച്വലി ചെയ്യുന്നത്? ഈ സിസ്റ്റം കസ്റ്റമേഴ്സ് ആണ് റിക്വയർമെൻറ്റ്സ് ഒക്കെ സ്പെസിഫൈ ചെയ്യുന്ന ആൾക്കാർ അല്ലേ. റിക്വയർമെൻറ്റ്സ് ഒക്കെ പറയുന്ന അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് ആക്ച്വലി? ഇത് സിസ്റ്റം യൂസേഴ്സ്, സിസ്റ്റം ഉണ്ടാക്കുന്ന ആളോ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് അവരൊന്നല്ല ആക്ച്വലി who is to be അല്ലെങ്കിൽ who is going to use the system, അവരാണ് മെയിൻ എൻറ്റിറ്റി എന്ന് പറയുന്നത് അല്ലേ. അവരുടെ അടുത്താണ് നമ്മൾ മെയിൻ റിക്വയർമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ ഇവിടെയുള്ള നമ്മൾ അങ്ങനെ ആൾ പറഞ്ഞാൽ സിസ്റ്റം യൂസേഴ്സാണ് അല്ലേ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സാണ്. സോ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കുറേ റിക്വയർമെൻറ്റ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഉണ്ടാവുമല്ലോ. സോ അവരെന്താ എന്തിനാണ് റീഡ് ചെയ്യുന്നത്? വെദർ അവർ പറഞ്ഞിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ അതിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഇനി വരുത്താനുണ്ടോ, ഈ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഇനി വരുത്താനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആര് നോക്കുക? സിസ്റ്റം കസ്റ്റമേഴ്സ് നോക്കുക. രണ്ടാമത് വരുന്ന കാറ്റഗറിയാണ് മാനേജേഴ്സ് എന്താ ചെയ്യുന്നത്? യൂസ് ദ റിക്വയർമെൻറ്റ്സ് ഡോക്യുമെൻറ്റ് ടു പ്ലാൻ എ ബിഡ് ഫോർ ദ സിസ്റ്റം ആൻഡ് ടു പ്ലാൻ ദ സിസ്റ്റം ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ബിഡ് ഉണ്ടാക്കുക. എത്ര ടൈമിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എത്ര ടൈം എടുക്കും ടോട്ടൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് മാനേജേഴ്സ് എന്ത് ഉപയോഗിക്കുക? SRS യൂസ് ചെയ്യുന്നത്. പിന്നെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് സിസ്റ്റം എഞ്ചിനീയേഴ്സ്. യൂസ് ദ റിക്വയർമെൻറ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് സിസ്റ്റം ഈസ് ടു ബി ഡെവലപ്പ്. ഈ എഞ്ചിനീയേഴ്സ് എന്താ ഡെവലപ്പ് ചെയ്യാൻ അത് ഈ എഞ്ചിനീയേഴ്സ് എന്നൊരു ഇമ്പോർട്ടൻ്റ് ആൾക്കാരാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്ന. കാരണം എഞ്ചിനീയേഴ്സാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? നമ്മുടെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ. സോ അവരെന്തൊക്കെ ഫങ്ഷണാലിറ്റീസാണ് സിസ്റ്റത്തിൽ കൊണ്ടുവരേണ്ടത്, എന്തൊക്കെ സർവീസസാണ് ആ സിസ്റ്റത്തിൽ ഉണ്ടാവേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ദേ ഹാവ് ടു ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ റിക്വയർമെൻറ്റ് അല്ലേ. എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കണം. സോ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ റിക്വയർമെൻറ്റ് ദേ ഹാവ് ടു ഗോ ത്രൂ ദി SRS അല്ലേ. അപ്പോൾ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ സിസ്റ്റം എഞ്ചിനീയേഴ്സ് എന്താ ചെയ്യുന്നത്? ഈ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കും SRS വെച്ചിട്ട്. Then comes the system test engineers. They use the requirements to develop validation tests for the system. ഒരു സിസ്റ്റം ഒരാൾ ഉണ്ടാക്കി, ഡെവലപ്പേഴ്സ് വേറെ ഉണ്ടാവും, ടെസ്റ്റേഴ്സ് വേറെ ഉണ്ടാവും. ടെസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നത്? ഈ SRS വെച്ചിട്ട് SRSലുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ ഇപ്പുറം മീറ്റ് ചെയ്യുന്നുണ്ടോ, ഇവിടെ പറയുന്ന ഫങ്ഷണാലിറ്റീസ് ഇവരെ വേണമെന്ന് പറഞ്ഞ ഫങ്ഷണാലിറ്റീസൊക്കെ നമ്മുടെ സിസ്റ്റത്തിലുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിസ്റ്റം ടെസ്റ്റ് എഞ്ചിനീയേഴ്സ് എന്ത് യൂസ് ചെയ്യും? SRS യൂസ് ചെയ്യും. ആൻഡ് ഫൈനലി ദ സിസ്റ്റം മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സ് യൂസ് ദ റിക്വയർമെൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ സിസ്റ്റം ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇറ്റ്സ് പാർട്സ്.
മെയിൻ്റനൻസ് ആഫ്റ്റർ ദാറ്റ് അല്ലേ, ആഫ്റ്റർ ഇംപ്ലിമെൻറ്റേഷനാണല്ലോ അല്ലേ. അവരെന്താ ചെയ്യുന്നത്, ഈ SRS വായിച്ചാലാണ് മനസ്സിലാവുക എന്തൊക്കെയാണ് ഇതിൽ ഫങ്ഷണാലിറ്റീസ് ഉണ്ടാവുക. കാരണം റിക്വയർമെൻറ്റ്സ് നോക്കിയാലേ ഫങ്ഷണാലിറ്റീസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തൊക്കെയുണ്ട്, അതിലെന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഒരു കമ്പണൻ്റ് എന്തൊക്കെ കമ്പണൻ്റായിട്ട് റിലേറ്റഡ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റം മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സും SRS യൂസ് ചെയ്യും. Okay, and the diversity of possible users means that the requirement document has to be compromised. It has to describe the requirements for customers, define the requirements in precise detail for developers and testers, as well as include information about future system evolution. അപ്പോൾ എന്താ വേണ്ടേ, ഈ SRSൽ എല്ലാ ടൈപ്പ് ഓഫ് നമ്മൾ ഈ മുകളിലൊക്കെ കണ്ടിട്ടുള്ള എല്ലാ കാറ്റഗറി ഓഫ് യൂസേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം എന്തുണ്ടാക്കാൻ, നമ്മൾ SRS ഉണ്ടാക്കാൻ. അപ്പോൾ എന്താ വേണ്ട, അതിൽ കസ്റ്റമേഴ്സിന് വേണ്ട റിക്വയർമെൻറ്റ്സ് ഡിസ്ക്രൈബ് ചെയ്യണം. റിക്വയർമെൻറ്റ്സ് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്, പ്രിസൈസ് ഡീറ്റെയിൽ ഫോർ ഡെവലപ്പേഴ്സ് അല്ലേ, ഡീറ്റെയിൽ ആയിട്ട് വേണം, ഡെവലപ്പേഴ്സിനും ടെസ്റ്റേഴ്സിനും മനസ്സിലാവുന്ന രീതിയിൽ വേണം അത് റിക്വയർമെൻറ്റ്സ് സ്പെസിഫൈ ചെയ്യാൻ. ആൻഡ് നമ്മൾ മെയിൻ്റനൻസ് ഫ്യൂച്ചർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഫ്യൂച്ചർ എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഇതിൽ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ. The level of details that you should include in a requirement depends upon the type of system that is being developed and the development process used. അപ്പോൾ ഈ ഒരു SRS എങ്ങനത്തെ അല്ലെങ്കിൽ SRS എത്ര ഡീറ്റെയിൽ ആയിട്ട് വേണം, എന്തൊക്കെ ഇൻഫർമേഷൻസ് അതിൽ സ്പെസിഫൈ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ടൈപ്പ് ഓഫ് സിസ്റ്റമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് പ്രോസസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കും. എല്ലാത്തിനും ഒരേ ടൈപ്പ് ആയിരിക്കില്ല ഉണ്ടാക്കുക. കോംപ്ലക്സ് സിസ്റ്റംസ് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഈ SRS കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണ്ടി വരും അല്ലേ, കാരണം ഈച്ച് ആൻഡ് എവറി പോയിൻറ്റ്സ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. സോ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണ്ടി വരും കോംപ്ലക്സ് സിസ്റ്റത്തിൻ്റെ കേസസ് ഒക്കെ ആണെങ്കിൽ. സോ ക്രിട്ടിക്കൽ സിസ്റ്റംസ് നീഡ് ഡീറ്റെയിൽഡ് റിക്വയർമെൻറ്റ് ബിക്കോസ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഹാവ് ടു ബി അനലൈസ്ഡ് ഇൻ ഡീറ്റെയിൽ ടു ഫൈൻഡ് പോസിബിൾ റിക്വയർമെൻറ്റ് എറേഴ്സ്. അപ്പോൾ ക്രിട്ടിക്കൽ സിസ്റ്റംസ് ആണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ വേണ്ടി വരും. ഓക്കെ. The system specification need to be detailed and precise ആയിരിക്കണം അങ്ങനത്തെ കേസിൽ. ആൻഡ് രണ്ട് ടൈപ്പ് ഉണ്ട് നമുക്ക്. ചില സിസ്റ്റംസിന് ഇൻ ഹൗസ് അവിടെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും. രണ്ട് ടൈപ്പ് ഉണ്ട്. ഇൻ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതും, രണ്ടാമത്തെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്ത് പുറത്തൊരു കമ്പനി ഡെവലപ്പ് ചെയ്ത് തരുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇൻ ഹൗസിൻ്റെ കേസസ് എടുക്കുകയാണെങ്കിൽ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റ്സ് അത്ര ഡീറ്റെയിൽ ആവണം എന്നില്ല. ബട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് വേറൊരു കമ്പനിയിൽ നിന്നാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ എന്തായിരിക്കണം, ഡീറ്റെയിൽ ആയിരിക്കണം. മനസ്സിലായില്ലേ. അപ്പോൾ അതായത് SRS എങ്ങനെ വേണം എന്നുള്ളത് എന്തിൻ്റെ ഡിപ്പെൻഡ് ചെയ്യും, എന്ത് ടൈപ്പ് ഓഫ് സിസ്റ്റമാണ്, എത്ര കോംപ്ലക്സ് സിസ്റ്റമാണ്, എന്ത് മോഡലാണ്, ഏത് പ്രോസസ് ഡെവലപ്മെൻറ്റ് മോഡലാണ് ഉപയോഗിക്കുന്നത്, പിന്നെ എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇൻ ഹൗസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനോ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാനോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും എന്ത് SRS എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഇൻ ഹൗസ് ആണെങ്കിൽ അവിടെ തന്നെയാണല്ലോ. സോ നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവിടെ നിന്ന് തന്നെ അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ബട്ട് ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിൽ അത് വേറൊരു കമ്പനിയിൽ നിന്ന് ചെയ്തെടുക്കുകയാണ് അല്ലേ. സോ ആ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷനിൽ എന്ത് വേണം, എല്ലാ ഡീറ്റെയിലും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ കൊടുക്കണം. ഓക്കെ. അപ്പം പിന്നെ അത് മതി. ഇതാണ് നമ്മുടെ SRS എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗറൊക്കെ വേണം കേട്ടോ. ഓക്കെ.